നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു പറഞ്ഞത്? Looking into the isolation of a noble gases from the atmosphere, and for that purpose you have to first remove a moisture and carbon dioxide, and then the remaining nitrogen and oxygen are made to react with each other, and it is removed, and finally we get a mixture of a small quantity of mixture of a noble gases which is present in the atmosphere. ആദ്യം അറ്റ്മോസ്ഫിയറിൽ നിന്ന് മോയ്സ്ചറും കാർബൺ ഡൈ ഓക്സൈഡും റിമൂവ് ചെയ്ത് അതിനുശേഷം ആ ഗ്യാസിലേക്ക് കൂടുതൽ ഓക്സിജൻ ആഡ് ചെയ്ത് ഓക്സിജൻ ആഡ് ചെയ്യുന്നത് in order to react completely with the nitrogen, because the oxygen present in the atmosphere is not sufficient for converting the whole of nitrogen into nitrogen dioxide. നമ്മൾ ഇക്വേഷൻ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ട്. Combine this, you can see that N2 plus a 2O2 giving 2NO2. ഈ റിയാക്ഷന് ഓരോ നൈട്രജൻ മോളിക്യൂളിലും 2 ഓക്സിജൻ വേണം. അത്രമാത്രം ഓക്സിജൻ അറ്റ്മോസ്ഫിയറിൽ ഇല്ല. അതുകൊണ്ട് നമ്മുടെ ഈ CO2 free dry air is mixed with excess of oxygen, and electric spark is passed through this mixture so that the whole of nitrogen is converted into nitrogen dioxide, and the remaining mixture will have a NO2 and a O2. Okay, NO2 and a excess O2. ഇതാണ് ഇതിന്റെ പ്രിൻസിപ്പിൾ. എന്നിട്ട് എന്ത് ചെയ്യും? ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി എന്താ? ബാക്കിയുള്ളത് ആർഗണും ക്രിപ്റ്റോണും സീനോണും റോഡോണും വളരെ കുറച്ചേ ഉണ്ടാവും. നമ്മൾ ആ കാവൻഡിഷിന്റെ ആദ്യത്തെ എക്സ്പെരിമെന്റ് നമുക്ക് ഓർമ്മയുണ്ട്. If you take a large volume, finally you will get a 1/120th. അതിന്റെ 120 ഭാഗം മാത്രമേ ബാക്കിയുണ്ടാവും. ബാക്കി കംപ്ലീറ്റ് പോയിട്ടുണ്ടാവും. ആ മിക്സർ എന്തായിരിക്കും? ദാറ്റ് മിക്സർ വിൽ ബി നമ്മൾ റാംസൈൻ്റെ ഒക്കെ സ്റ്റഡീസിന് മനസ്സിലാക്കി ആർഗണും ക്രിപ്റ്റോണും സീനോണും ഒക്കെ ചേർന്ന നോബിൾ ഗ്യാസസിന്റെ ഒരു മിക്സ്ചറാണ്. ഓക്കെ, അപ്പൊ ആ മിക്സറിൽ നിന്നാണ് നമ്മുടെ എന്ത് ചെയ്യുന്നത്? നോബിൾ ഗ്യാസസ് സെപ്പറേറ്റ് ചെയ്യുന്നത്. ആദ്യം നോബിൾ ഗ്യാസിന്റെ മിക്സ്ചർ ഐസൊലേറ്റ് ചെയ്ത് അതിന് ശേഷം അതിനെ സെപ്പറേറ്റ് ചെയ്യാം. For that you can see that that is known as a first step നമ്മൾ റാംസേസ് മെത്തേഡ് എന്ന് പറയും. അതായത് ഏതിനെ? The removal of all other components from air except the noble gas. Noble gas ഒഴികെ ബാക്കി റിമൂവ് ചെയ്യുന്ന മെത്തേഡാണ് റാംസേസ്. That is of course a slightly modified method of the original method of Cavendish. അതേ മെത്തേഡ് തന്നെയാണ്. കാവൻഡിഷിന്റെ മെത്തേഡിനെ ഒരു ചെറിയ മോഡിഫിക്കേഷൻ നടത്തിയാണ് റാംസേ ചെയ്തിരിക്കുന്നത്. അത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ the CO2 free and dry air is taken കൊണ്ടല്ല ലാർജ് സ്പെറിക്കൽ വെസൽ, ഇതുപോലുള്ള ഒരു വെസൽ ഉണ്ടാവും. ഇതിന്റെ അടിയിൽ ക്ലോസ്ഡ് വെസലാണ്. അത് തന്നെ ഇലക്ട്രിക് സ്പാർക്ക് കണക്ഷൻ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ 2 ഇലക്ട്രോൺസ് ഉണ്ടാവും. ചിത്രം നിങ്ങളധികം നോക്കണ്ട. ഇതൊരു ഇലക്ട്രിക് കണക്ഷനാണ്. ഓക്കെ, പിന്നെ ഉണ്ടാവുന്നത് ഇതിലേക്ക് sodium hydroxide പാസ് ചെയ്യാനുള്ള സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് ഉപയോഗിക്കുന്നത്. NO2 റിമൂവ് ചെയ്യാൻ ആ സോഡിയം ഹൈഡ്രോക്സൈഡ് ഒഴിഞ്ഞു പോകാനുള്ള വേറൊരു സംവിധാനം ഉണ്ടാവും.
ലൈക്ക് ദിസ്. ഇവിടെ ഒരു ഷവർ പോലെ ഉണ്ടാവും. See here ഞാൻ പറഞ്ഞു ഇത് നമ്മുടെ കാവൻഡിഷിന്റെ അതേ മെത്തേഡ് തന്നെയാണ്, ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളത്. ഇവിടെ ചെയ്യുന്നത് നൈട്രജൻ ആൻഡ് ഓക്സിജൻ നമ്മൾ നേരത്തെ ചെയ്ത ഇക്വേഷൻ തന്നെ and this NO2 is made to be absorbed in sodium hydroxide. നമ്മുടെ കാവൻഡിഷ് ഉപയോഗിച്ച പൊട്ടാസ്യം പെന്റാസൾഫേറ്റ് ആണ് ഇവിടെ ഉപയോഗിച്ചത്. സോഡിയം പൊട്ടാസ്യം പെന്റാസൾഫേറ്റ് ഗുണമുണ്ടായിരുന്നു എന്താണ്, ബോത്ത് NO2 and any remaining oxygen can be absorbed by potassium pentasulfide. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സോഡിയം സ്ട്രോങ് സൊല്യൂഷൻ ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനിൽ പോയി ഒരു ഷവർ പോലെ ഇങ്ങനെ വീഴുന്നത് ചെറിയ സ്പ്രേ ആയിട്ട്. സോ ദാറ്റ് the NO2 that is produced, ഇവിടെ എന്ത് ചെയ്യും, ഇതിലിപ്പോൾ എന്താ ഉള്ളത്, ഇതിലിപ്പോഴത് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രീ ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള എയർ ആണ്. That is air from which any moisture and carbon dioxide is removed. Is taken in this large vessel. ഒരു 50 ലിറ്റർ ഒക്കെ വോളിയുള്ള വലിയൊരു വെസലാണ്. അതിലേക്ക് എന്ത് ചെയ്യുന്നു, ഒരു ഇലക്ട്രിക് സ്പാർക്ക്, ഇവിടെ എന്താ ഒരു ഇലക്ട്രിക് സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. രണ്ടും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രിക് സ്പാർക്ക്, ഈ സ്പാർക്ക് ഉണ്ടാകുമ്പോഴാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. എന്താണ്, N2+2 അതിന്റെ കൂടെ തന്നെ എന്താ നടക്കുന്നത്, എ സ്ട്രോങ് സൊല്യൂഷൻ ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് ഈസ് സ്പ്രേഡ് ഇൻ ടു ദിസ്. ഒരു സ്പ്രേ ആയിട്ട് ഇതിലേക്ക് ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും, ഇവിടെ റിയാക്ട് ചെയ്തിട്ടുണ്ടാകുന്ന സോഡിയം നൈട്രജൻ ഡയോക്സൈഡ് വിൽ റിയാക്ട് ടു ഫോം Na like this. 2NaOH give you NaNO2 plus NaNO3 plus of course H2O. So sodium nitrate ആയിട്ട് മാറും എന്ന് പറഞ്ഞാൽ the gas will get absorbed in the solution of sodium. This gas is nitrogen dioxide which is produced by the reaction between nitrogen and oxygen. Okay, and that is removed and we can see that any excess oxygen, that is നമ്മൾ നേരത്തെ ഈ എയറിന് എന്തായിട്ടുണ്ട്, എക്സസ് ഓക്സിജൻ ആയിട്ട് മിക്സ് ചെയ്തിട്ട് എന്തിനാണ്, എയറിൽ തന്നെയുള്ള ഓക്സിജൻ ഈസ് നോട്ട് സഫിഷ്യന്റ് ടു കൺവേർട്ട് ദ ഫോൾ ഓഫ് നൈട്രജൻ ഡയോക്സൈഡ്. നമുക്കറിയാം ഓരോ നൈട്രജൻ 2 ഓക്സിജൻ വേണം, അതിന് മാത്രം ഓക്സിജൻ അറ്റ്മോസ്ഫിയറിൽ ഇല്ല. ഓക്സിജന്റെ പെർസെന്റേജ് കുറവാണ് കമ്പയർഡ് ടു നൈട്രജന്റെ അറ്റ്മോസ്ഫിയറിലുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഓക്സിജൻ ആയിട്ട് വയ്ക്കും. അപ്പോൾ ഓക്സിജൻ ബാക്കി വരും. ആ ഓക്സിജൻ അബ്സോർബ് ചെയ്യാൻ വേറെ സാധനം പാസ് ചെയ്യലൂടി, ദാറ്റ് ഈസ് എന്റെ റിയാക്ഷൻ ഒന്നല്ല, പൈറോഗലോൾ will combine or will absorb oxygen. Pyroglycerol സൊല്യൂഷനിലെ ഓക്സിജൻ അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ സോഡിയം നൈട്രൈറ്റിന് NaOHനും മറ്റേ ബാക്കി വരുന്ന ഓക്സിജന പൈറോഗലോളും കൂടി എന്ത് ചെയ്യുന്നു, അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഈ വെസലിൽ വരുന്നവരായിരിക്കും ഓൺലി the noble gases. ഇതാണ് എൻ്റെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ. അതായത് ഫസ്റ്റ് സ്റ്റെപ്പ്, ദാറ്റ് ഈസ് സെപ്പറേഷൻ ഓഫ് ദി or isolation of the noble gas mixture from the atmosphere. അറ്റ്മോസ്ഫിയറുള്ള ഗ്യാസ് എയർ എടുക്കുക, എയറിനെ ഡ്രൈ ആക്കുക. ആദ്യം കാർബൺ ഡയോക്സൈഡ് ഫ്രീ ആക്കുക, അതിനുശേഷം ഡ്രൈ ആക്കുക. കാർബൺ ഡയോക്സൈഡ് ഫ്രീ ആക്കുന്നതിനാണ് by passing through NaOH or KOH, carbon dioxide will get absorbed. Then you make it dry by passing through say concentrated sulfuric acid. അപ്പോൾ കാർബൺ ഡയോക്സൈഡ് പോയി, എയറും പോയി, കാർബൺ ഡയോക്സൈഡ് പോയി, മോയ്സ്ചറും പോയി. അതിനുശേഷം അതിന് കുറച്ച് കൂടുതൽ ആവശ്യത്തിലുള്ള കുറച്ച് കൂടുതൽ ഓക്സിജൻ മിക്സ് ചെയ്ത് ഈ വെസൽ എടുത്തിട്ട് അതിൽ കൂടി ഇലക്ട്രിക് സ്പാർക്ക് പാസ് ചെയ്യാം. ഈ സ്പാർക്ക് പാസ് ചെയ്യുമ്പോൾ നൈട്രജൻ ഓക്സിജൻ കൂടി റിയാക്ട് ചെയ്തിട്ടുണ്ടാവും, നൈട്രജൻ ഡയോക്സൈഡ് ഉണ്ടാവും. ആ നൈട്രജൻ ഡയോക്സൈഡിന് എന്ത് ചെയ്യുക, സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ പാസ് ചെയ്ത് ഡിസോൾവ് ചെയ്ത് കളയാം. ബിക്കോസ് സോഡിയം ഹൈഡ്രോക്സൈഡ് കൂടി പാസ് ചെയ്യുമ്പോൾ NO2 will react to form this and ഇതെല്ലാം സോല്യൂബിൾ ആണ്. ആ സൊല്യൂഷൻ്റെ കൂടെ അത് പുറത്തേക്ക് ഒഴുകി പോകും. Any residual oxygen left behind is dissolved in a solution of pyroglycerol. ഇത് കഴിഞ്ഞ് കുറച്ച് പേര് കൂടി പൈറോഗലോൾ പാസ് ചെയ്ത് ഓക്സിജൻ അങ്ങോട്ട് പോയി. പിന്നെ എന്ത് ബാക്കി വരും, any residual gas that is left behind. നമ്മൾ പറഞ്ഞ കാവൻഡിഷിന്റെ കേസ് പറഞ്ഞ പോലെ ആ residual gas എന്ന് പറഞ്ഞാൽ എന്താണ്, that's a mixture of argon, krypton and neon. അല്ല, helium, neon, argon, krypton and xenon. radon ഇല്ല നമുക്കറിയാം. ഈ 5 നോബൽ ഗ്യാസസിന്റെ ഒരു മിക്സ്ചർ കിട്ടും. ആകെ കൂടി നമ്മൾ 5 ലിറ്റർ എടുത്ത് 1 ലിറ്റർ എടുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു 120 ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഇതിനാണ് വളരെ കുറച്ചേ ഉള്ളൂ. മനസ്സിലായില്ലേ, 10 1/120 ഏകദേശം 1 ലിറ്ററിൽ ഒരു 8 ml ഒക്കെ ഉണ്ടാവും.
ഒരു 8 ml 50 ലിറ്റർ എടുത്താൽ 400 ml കിട്ടും നമുക്ക്. ഇപ്പോൾ 50 ലിറ്ററിന്റെ വെസലാണെങ്കിൽ ക്രിക്കറ്റ് ഓൺലി 400 ml സാമ്പിൾ. അതെന്തായിരിക്കും? 400 ml ഗ്യാസാണ്, ലിക്വിഡ് എന്നുള്ള ശ്രദ്ധിക്കുക. അതിൽ ഈ പറഞ്ഞ നോബിൾ ഗ്യാസ് ഒക്കെ ഉണ്ടായിരിക്കും. ഫസ്റ്റ് സ്റ്റെപ്പായി അതിനാണ് റാംസേന്റെ മെത്തേഡ്, റാംസേസ് മെത്തേഡ്. ഓക്കെ, നൗ അടുത്ത സ്റ്റെപ്പാണ് പ്രധാനം. അപ്പൊ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വരുന്ന ബാക്കിയുള്ള ഗ്യാസ് എന്തായിരിക്കും? അത് ഒരു മിക്സ്ചർ ഓഫ് നോബിൾ ഗ്യാസ്. ഇത് സംഗതി മനസ്സിലായല്ലോ? പ്രിൻസിപ്പിൾ മനസ്സിലാക്കുക. നൈട്രജനും ആദ്യം കാർബൺ ഡൈ ഓക്സൈഡും മോയ്സ്ചർ റിമൂവ് ചെയ്യുന്നു. നൈട്രജനും ഓക്സിജനും ഒരു മിക്സ്ചറാണ് കിട്ടുക, നോബിൾ ഗ്യാസിന്റെ ഒരു മിക്സ്ചറാണ് കിട്ടുക. അതിലേക്ക് കുറച്ചുകൂടി ഓക്സിജൻ എക്സസ് ആഡ് ചെയ്യുന്നു. In order for the complete conversion of nitrogen into nitrogen dioxide, we require more of oxygen. Then this gas mixture is placed in a large vessel and an electric spark is in which two electrodes are there. Between this an electric spark is formed. And when the spark or the electric discharge takes place, you can see that nitrogen and oxygen compound form. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സ്പാർക്ക് അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നൈട്രജൻ ഓക്സിജനും പെട്ടെന്ന് ഒറ്റയടിക്ക് റിയാക്ട് ചെയ്യുന്നില്ല, പതുക്കെ പതുക്കെ റിയാക്ട് ചെയ്യും. റിയാക്ട് ചെയ്യുന്നതനുസരിച്ച് ഈ എണ്ണയുമായിട്ട് ഡിസോൾവ് ചെയ്ത് അത് പുറത്തേക്ക് പോവുകയും ചെയ്യും. ബിക്കോസ് NO2 is soluble in sodium hydroxide. Any residual oxygen is dissolved out using a pyrogalol solution. അതും പോയി. പിന്നെ ബാക്കി വരുന്നത് എന്താണ്? മിക്സ്ചർ ഓഫ് നോബിൾ ഗ്യാസസ് ആണ്. അത് നമുക്ക് കിട്ടിയതായിരിക്കും. ഓക്കെ, ക്ലിയർ? അടുത്താണ് നമ്മളെ സിലബസ് പറഞ്ഞിരിക്കുന്നത്. ഈ മിക്സ്ചറിൽ നിന്ന് ഞാൻ പറഞ്ഞ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഈ മിക്സ്ചറിൽ നിന്ന് നമുക്ക് മിക്സ്ചർ സെപ്പറേറ്റ് ചെയ്യാൻ പല മെത്തേഡ്സ് ഉണ്ട്. അതിലൊരു മെത്തേഡാണ് charcoal adsorption method. Charcoal adsorption method. ചാർക്കോൾ എന്ന് പറയുമ്പോൾ കരി, കോക്കനട്ട് ചാർക്കോൾ സാധാരണ ഇതിലെടുക്കുന്നത്. കോക്കനട്ട് ചാർക്കോൾ നമ്മൾ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ചിരട്ടക്കരി എന്ന് പറയും അല്ലേ? കോക്കനട്ട് ചാർക്കോൾ ചിരട്ട കത്തിച്ചിട്ട് കിട്ടുന്ന കരിയാണ് ചാർക്കോൾ. ഇറ്റ്സ് എ വെരി ഗുഡ് അഡ്സോർബന്റ്. ആക്ടിവേറ്റഡ് കോക്കനട്ട് ചാർക്കോൾ നന്നായിട്ട് പൊടിച്ച് ആക്ടിവേറ്റ് ചെയ്ത് നന്നായി ചൂടാക്കി കഴിഞ്ഞാൽ ആക്ടിവേറ്റഡ് ആയി. മനസ്സിലായില്ലേ? ആൻഡ് ഇറ്റ്സ് എ വെരി ഗുഡ് അഡ്സോർബന്റ്. ആൻഡ് ഇറ്റ് ക്യാൻ അഡ്സോർബ് any gas and it can absorb all the noble gases also. And the principle behind this is that the temperature required, temperature കൂടുന്നതനുസരിച്ച് desorption നടക്കുക. മനസ്സിലായില്ലേ? absorption desorption നമുക്കറിയാലോ. absorption and the reverse process is called desorption. നമ്മുടെ മിക്സ്ചറിലുള്ള ഹീലിയവും നിയോണും ആർഗോണും ക്രിപ്റ്റോണും സീനോണും ഒക്കെ അഡ്സോർബ് ചെയ്യും. പക്ഷെ എന്താണെന്ന് വെച്ചാൽ അഡ്സോർബ് ചെയ്യപ്പെടണമെങ്കിൽ ഇങ്ങോട്ട് വളരെ ലോ ടെമ്പറേച്ചർ വേണം. സീനോൺ അഡ്സോർബ് എത്ര ടെമ്പറേച്ചർ ഒന്നും വേണ്ട. പക്ഷെ ഇങ്ങോട്ട് വന്ന് ഹീലൊക്കെ അഡ്സോർബ് ചെയ്യണമെങ്കിൽ വളരെ ലോ ടെമ്പറേച്ചർ വേണം. എന്ന് പറഞ്ഞാൽ വെരി ലോ ടെമ്പറേച്ചറിൽ എല്ലാ നോബിൾ ഗ്യാസസും അഡ്സോർബ് ചെയ്യുന്നു. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഓരോന്നോരോന്നായിട്ട് പുറത്തേക്ക് പോകും. അതാണ് അതിന്റെ പ്രിൻസിപ്പിൾ. മനസ്സിലായല്ലോ? ആ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് ഈ സെപ്പറേഷൻ നടത്തുന്നത്. ഈ ഇതിനു വേണ്ടി ആദ്യം ചെയ്യുന്നത് gaseous mixture which contains all these gases, helium, neon, argon, krypton and xenon, is allowed to remain in contact with a coconut charcoal which is cooled to a very low temperature of -100 degrees Celsius. -100 degrees Celsius ഉള്ള കോക്കനട്ട് ചാർക്കോളുമായിട്ട് കോണ്ടാക്ട് വെക്കുക. ഈ മിക്സർ നമുക്ക് മിക്സർ എവിടെ നിന്ന് കിട്ടി? നമ്മൾ നേരത്തെ പറഞ്ഞ റാംസേസ് മെത്തേഡിൽ ബാക്കിയൊക്കെ റൂം ചെയ്ത് കിട്ടിയ മിക്സറിനെ ഇറ്റ് ഈസ് അലൗഡ് ടു ബി ഇൻ കോണ്ടാക്ട് വിത്ത് എ സാമ്പിൾ ഓഫ് കോക്കനട്ട് ചാർക്കോൾ വിച്ച് ഈസ് കെപ്റ്റ് അറ്റ് -100 degrees Celsius. ഓക്കെ, വാട്ട് ഹാപ്പൻസ്? ഈ -100 degrees Celsius പുറത്ത് വെക്കുക. ഇതിന് താഴോട്ട് വരുന്ന ഗ്യാസസിനെ മാത്രമേ അഡ്സോർബ് ചെയ്യൂ. അതിന്റെ മേലോട്ട് വരുന്ന ഗ്യാസ് അബ്സോർബ് ചെയ്യും. പിന്നെയും ലോവർ ടെമ്പറേച്ചർ വേണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ടെമ്പറേച്ചറിലുള്ള ചാർക്കോളിന്റെ കോണ്ടാക്റ്റിൽ നിൽക്കുന്ന ഈ ഗ്യാസ് മിക്സറിലുള്ള ആർഗോണും ക്രിപ്റ്റോണും സീനോണും ഈ ചാർക്കോളിന്റെ മുകളിൽ അബ്സോർബ് ചെയ്തു പോവുകയും ഹീലിയം നിയോണും അങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യും. ഒന്നും സംഭവിക്കില്ല. പറഞ്ഞ് മനസ്സിലായില്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ചിത്രത്തിന് വലിയ അർത്ഥം നിങ്ങൾ കൊടുക്കണ്ട. ഒരു വെസലില് കുറെ കോക്കനട്ട് ചാർക്കോൾ ഉണ്ട് വിചാരിച്ചു.
ഈ ടെമ്പറേച്ചറിൽ ഇതിൽ ഈ ഗ്യാസ് മിക്സ്ചർ പാസ് ചെയ്തായിരുന്നു പറയാം കുറേ നേരം ഏകദേശം ഒരു മണിക്കൂർ ഇതുവരെ കോണ്ടാക്റ്റിൽ നിന്ന് കഴിഞ്ഞാൽ ഈ ഗ്യാസ് മിക്സ്ചർ ഇവിടെയുണ്ട്. ഇതിലുള്ള ആരൊക്കെ ഹീലിയോ നിയോണും അവിടെ തന്നെ നിൽക്കും. ബാക്കിയുള്ള ക്രിപ്റ്റോണും ആർഗോണും സീനോണും ഒക്കെ ആരിൽ അബ്സോർവ് ചെയ്താൽ ഇവിടുത്തെ ക്രിപ്റ്റോൺ, xenon and radon get adsorbed onto the charcoal at -100 degrees Celsius. Helium and neon remains as such. അതിനെ പതുക്കെ പുറത്തേക്ക് എടുക്കുക. പിന്നെ പുറത്ത് സൗകര്യമാണ്. കാരണം എന്താണ്, മറ്റു ഗ്യാസ് ഒക്കെ പിടിച്ച് വെച്ചാൽ ചാർക്കോള് ഹീലിയം നിയോൺ മാത്രം പുറത്തേക്ക് വരും. ചിത്രത്തിന് അർത്ഥം കൊടുക്കരുത്, അപ്പാരൻസ് ഇങ്ങനെയൊന്നും ആയിരിക്കില്ല കേട്ടോ. മനസ്സിലാക്കാൻ വേണ്ടി ചിത്രം വരച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഹീലിയം ആൻഡ് നിയോൺ ഈസ് പമ്പ്ഡ് ഔട്ട്. ഈ ഗ്യാസ് മിക്സ്ചർ when it is allowed to remain in contact with a charcoal, coconut charcoal at a -100 degrees Celsius, absorbs argon, krypton and xenon completely. And helium and neon is not absorbed at all, so it can be pumped out. പുറത്തേക്ക് കിട്ടി. ചെറിയ സെപ്പറേഷൻ ആയി. എന്താണ്, രണ്ടാളെയും മൂന്നാളെ വേറെയാക്കി. ഈ മൂന്നാൾ അബ്സോർബ് ചെയ്ത് എടുക്കണ്ടേ, രണ്ടാളെ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്യാസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതിനെ പുറത്തേക്ക് എടുത്തു. അതിനെ പുറത്തേക്ക് എടുത്തിട്ട് അതിനെന്താ ചെയ്യുക, നൗ ദിസ് മിക്സ്ചർ ഹീലിയം നിയോൺ മിക്സ്ചർ എന്ന് എളുപ്പമാണ് ഉണ്ടാക്കിയാൽ മതി. ഈസ് ബ്രോട്ട് ഇൻ ടു കോണ്ടാക്ട് വിത്ത് another sample of coconut charcoal which is kept at -180 degrees Celsius. വളരെ ലോ ടെമ്പറേച്ചറിലുള്ള വേറൊരു ചാർക്കോൾ സാമ്പിളെ കൊണ്ടുവരും. ആ ടെമ്പറേച്ചർ നിയോൺ അബ്സോർബ് ചെയ്യാൻ സഫിഷ്യന്റ് ആണ്, ഹീലിയത്തിന് അബ്സോർബ് ചെയ്യുക. മനസ്സിലായില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞു ഹീലിയം അബ്സോർബ് ചെയ്യണമെങ്കിൽ വളരെ ലോ ടെമ്പറേച്ചർ വേണം. നിയോണിന് കുറച്ചുകൂടി ഇങ്ങോട്ട് വരുമ്പോൾ ലോവർ ഹയർ ആൻഡ് ഹയർ ടെമ്പറേച്ചറിൽ അബ്സോർബ് ചെയ്യും. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? Clear. So the mixture of helium and neon is brought into contact with another sample of coconut charcoal. This ആണ് തന്നെ ടെമ്പറേച്ചർ എത്രയാണ്, -180 degrees Celsius ആണ്. It is sufficient for under this condition or at this temperature the whole of the neon get. അപ്പോൾ ഇതുപോലെ ഈ വേറൊരു പാത്രത്തിൽ വേറൊരു ടാങ്കിൽ എന്തെങ്കിലും ആവട്ടെ, ഇതിൽ കോക്കനട്ട് ചാർക്കോൾ ഉണ്ടാവും. ഈ ചാർക്കോൾ സാമ്പിൾ എത്രയാണ്, -180 degrees Celsius ആണ്. ഇവിടെ നിയോൺ അബ്സോർബ് ചെയ്യപ്പെടും, ഹീലിയം അപ്പോഴും പറ്റില്ല, ഹീലിയം അബ്സോർബ് ചെയ്യപ്പെടുന്നില്ല. ഇപ്പൊ എന്താ, ഹീലിയം പുറത്തേക്ക് എടുക്കും. ഇതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പിന്നെ ആരായിരിക്കും, ഹീലിയം മാത്രമായിരിക്കും. നിയോൺ ഇവിടെ ഉണ്ട്. ഇപ്പൊ നിയോൺ ഹീലിയം സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഹീലിയം നമുക്ക് കിട്ടി, ഹീലിയായിട്ട് കിട്ടി. അതിനോട് ആരുമില്ല. ഇപ്പൊ നിയോൺ എവിടെയാണത്, നിയോൺ ഈസ് അബ്സോർബ്ഡ് ഓൺ ടു ദി കോക്കനട്ട് ചാർക്കോൾ. ഇന്നങ്ങനെ പുറത്തേക്ക് എടുക്കുക വളരെ എളുപ്പമാണ്. പതുക്കെ അതിനാ ടെമ്പറേച്ചർ കൂടെ ഒന്നും ചെയ്യണ്ട, പുറത്തേക്ക് എടുത്ത് പതുക്കെ ടെമ്പറേച്ചർ കൂടുമ്പോൾ അതിന് പുറത്തേക്ക് വരും. മനസ്സിലായില്ലേ? സോ ഇഫ് ദ ടെമ്പറേച്ചർ റൈസസ് ടു -100 degrees Celsius, 100 degrees Celsius ചാർക്കോളിന് ഈ നിയോണിനെ പിടിച്ചു നിർത്താൻ കഴിയില്ല. നമുക്കറിയാം ഇവിടെ പിടിച്ചു വരെ. മനസ്സിലായില്ലേ? അപ്പോൾ -100 മുമ്പേ തന്നെ ഇത്ര നമ്മൾ പറയേണ്ട ആവശ്യമില്ല. വേണ്ട ടെമ്പറേച്ചർ, കാരണം അതിന് വേറെ ആരുമില്ല, അതൊന്നും കുഴപ്പമില്ല. അതൊന്ന് ചൂടാക്കിയാൽ കുഴപ്പമില്ല, അതിന് പെട്ടെന്ന് നിയോൺ പുറത്തേക്ക് വരും. when the temperature is slowly raised, neon comes out. അപ്പോൾ നിയോൺ കിട്ടി, ഹീലിയം കിട്ടി, രണ്ടാളെ കിട്ടും. ഓക്കെ, ഇത്രയും കാര്യം മനസ്സിലായല്ലോ? അതുകൊണ്ട് ശ്രദ്ധിക്കുക. കുറച്ച് കോംപ്ലിക്കേഷൻ പക്ഷെ മനസ്സിലാക്കി വളരെ എളുപ്പമാണ്. The mixture of the 5 gases is first allowed 5 gases to remain in contact with a coconut charcoal which is kept at a -100 degrees Celsius for about an hour. ഒരു മണിക്കൂറോളം കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ അതിലുള്ള ഹീലിയം നിയോൺ ഒഴികെയുള്ള ആർഗോൺ, ക്രിപ്റ്റോൺ, സീനോൺ, the 3 heavier gases gets absorbed onto the charcoal and helium and neon remains unabsorbed. Okay, that mixture is taken out or pumped out, and this gas mixture now containing helium and neon is allowed to remain in contact with another sample of coconut charcoal which is kept at a -180 degrees Celsius where neon get absorbed, helium still remains unabsorbed. Helium is pumped out and the charcoal sample which contains only neon is slowly allowed to rise in temperature. The neon will come out. So neon collect ചെയ്ത് ഹീലിയം. അപ്പോൾ രണ്ടെണ്ണം നമുക്ക് കിട്ടി. ആരൊക്കെ കിട്ടി? ഓക്കെ, ഇവിടെ നിന്ന് ഹീലിയം കിട്ടി. ഇതിൽ നിന്ന് എന്ത് കിട്ടി? ഇതിനാ പുറത്തേക്ക് എടുത്ത് വാം ചെയ്യാന്ന് പറയും. കാരണം -180 വാം ചെയ്യാന്ന് പറഞ്ഞാൽ -180, -170, -160, 150, 120, 140, 100 എന്നിങ്ങനെ അത് ടെമ്പറേച്ചർ. അപ്പോൾ എന്ത് കിട്ടി? ഇവിടെ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ അടുത്ത സാമ്പിളായ നിയോൺ കിട്ടി. ഇപ്പൊ രണ്ടെണ്ണം കിട്ടി.
ഹീലിയം നിയോൺ കിട്ടി. ഇനി നമ്മുടെ കയ്യിലുള്ള എന്താണ് സാമ്പിൾ അവിടെ ഉണ്ട്. സാമ്പിൾ ഓഫ് ചാർക്കോൾ വിച്ച് കണ്ടെയ്ൻസ് ആർഗൺ, ക്രിപ്റ്റോൺ ആൻഡ് സെനോൺ. ഈ സാമ്പിൾ ഓഫ് charcoal എടുത്തിട്ട് this charcoal is now allowed to remain in contact with another sample of charcoal. രണ്ട് charcoal ആണ്, ഒരു charcoal sample വേറെ charcoal sample. ഇതിന്റെ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്, തിയറി മനസ്സിലാക്കിയാൽ മതി. ഇതെത്രയാണ്, ഇതിന്റെ ടെമ്പറേച്ചർ എത്രയാണ്, -100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇത് ലിക്വിഡ് എയർ ടെമ്പറേച്ചർ ആണ്. ലിക്വിഡ് ടെമ്പറേച്ചർ ഈസ് അറൗണ്ട് -196 ഡിഗ്രി. വളരെ അതിനേക്കാളും കുറച്ചുകൂടി വളരെ കുറഞ്ഞതാണ്, ഇതിനേക്കാളും കുറഞ്ഞാണ് ചിലപ്പോൾ വളരെ കുറഞ്ഞ് മനസ്സിലായോ. സോ ദ ചാർക്കോൾ സാമ്പിൾ വിച്ച് കണ്ടെയ്ൻസ് argon, krypton and xenon is taken out and it is allowed to remain in contact with another charcoal sample which is kept at liquid air temperature. Temperature പറയണമെന്നില്ല, ഞാൻ പറയുന്നില്ല, ഏകദേശം 196 ഡിഗ്രി സെൽഷ്യസ് ആണ് ലിക്വിഡ് എയർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ, വളരെ ചെറിയ ടെമ്പറേച്ചറാണ്. ഈ കണ്ടീഷനിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ കോൾഡും ഇത് ഹോട്ടും ആണ്. ശരി, രണ്ടും വളരെ കോൾഡാണ്. ഇത് കമ്പയർ ഇത് കോൾഡാണ്, ഇത് ഹോട്ടാണ് അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് ആദ്യത്തെ ആള്, അതായത് ആർഗൺ ഗെറ്റ് ഡിഫ്യൂസ്ഡ് ഇൻടു ദി സാമ്പിൾ ഓഫ് ചാർക്കോൾ വിച്ച് ഈസ് കെപ്റ്റ് അറ്റ് ദി ലോവർ ടെമ്പറേച്ചർ. ഈ ലോവർ ടെമ്പറേച്ചറിലെ ചാർക്കോളിലൊക്കെ പതുക്കെ ആര് പോകും, ആർഗൺ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ആൻഡ് ക്രിപ്റ്റോൺ ആൻഡ് സിനോൺ റിമൈൻസ് ഹിയർ. ക്രിപ്റ്റോൺ സിനോൺ അടുത്ത് നിൽക്കും, ആർഗൺ മാത്രം അപ്പുറത്തേക്ക് പോകും. മനസ്സിലായില്ലേ, ഈ രണ്ട് ചാർക്കോൾ സാമ്പിൾ കോണ്ടാക്ട് വെക്കുന്ന എക്സ്പെരിമെന്റലി സെറ്റപ്പ് എന്താണെന്ന് നമുക്കറിയില്ല. എന്റെ പ്രിൻസിപ്പിൾ മനസ്സിലാക്കുക. ദ ഫസ്റ്റ് സാമ്പിൾ ഓഫ് ചാർക്കോൾ ഈസ് അലൗഡ് ടു റിമെയിൻ ഇൻ കോണ്ടാക്ട് വിത്ത് അനദർ സാമ്പിൾ ഓഫ് ചാർക്കോൾ കെപ്റ്റ് അറ്റ് ലോവർ ടെമ്പറേച്ചർ, ദാറ്റ് ഈസ് ദ ടെമ്പറേച്ചർ ഓഫ് എ ലിക്വിഡ് എയർ. വെൻ ആർഗൺ ഡിഫ്യൂസസ് ഫ്രം ദിസ് സാമ്പിൾ ഇൻടു ദിസ്, ആർഗൺ പതുക്കെ ഇതിൽ നിന്നേക്ക് ഡിഫ്യൂസ് ചെയ്തു പോകും. ഓക്കെ, ആർഗൺ പോയി. കൂടെ കിട്ടിയ നമുക്ക് ഇതിന്റെ എടുത്തിട്ട് ഇതില് ആർഗൺ ഉണ്ട്, അതിനെടുത്തിട്ട് എന്ത് ചെയ്യുക, പിന്നെ സെപ്പറേറ്റ് ചെയ്യുക. അതിനുശേഷം വാം ചെയ്ത് കഴിഞ്ഞാൽ ടേക്ക് ആർഗൺ ഔട്ട്. ആർഗൺ കിട്ടി, ആർഗൺ കിട്ടി. ഇനി എന്താ ബാക്കിയുള്ളത്, ക്രിപ്റ്റോൺ സീനോൺ എവിടെയുണ്ട്, ഇതിലുണ്ട്. ഇതെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ടെമ്പറേച്ചർ പതുക്കെ കൂട്ടിക്കൊണ്ടുവരിക. ഏകദേശം -90 ഡിഗ്രിയിലേക്ക്, അധികം ഒന്നുമില്ല. വേണ്ട ടെമ്പറേച്ചർ കൂട്ടുകയാണ് ചെയ്യുന്നത്. -100 -90 കൂട്ടി വരും അല്ലേ. -10 എത്തുമ്പോൾ യു ക്യാൻ സീ ദാറ്റ് ആരാ പുറത്തേക്ക് വരിക, ക്രിപ്റ്റോൺ കംസ് ഔട്ട്. ക്രിപ്റ്റോൺ കോഴ്സ് ഇത് രണ്ട് സെപ്പറേറ്റ് ചെയ്ത് ഇതെടുത്തിട്ട് വാം ചെയ്യാം. മനസ്സിലായില്ല, ഇത് കുറെ നേരം കോൺടാക്ട് വെച്ചതിന് ശേഷം രണ്ട് സെപ്പറേറ്റ് ചെയ്യുമ്പോഴേക്ക് ആർഗൺ എവിടെ ഉണ്ടാവും, ക്രിപ്റ്റോൺ സിനോൺ എവിടെ ഉണ്ടാവും. ഇതിന്റെ വാം ചെയ്യും ആർഗൺ പുറത്തേക്ക് കിട്ടി. ഇതിനെ ചെറുതായിട്ട് വാം ചെയ്യുമ്പോൾ ക്രിപ്റ്റോൺ പുറത്തേക്ക് കിട്ടി. ഓക്കെ, സീനോൺ അപ്പോഴും വരെ പിടിച്ചിരിക്കുക. ഇപ്പൊ സീനോൺ മാത്രമേ ഉള്ളൂ, ഒന്ന് സ്ട്രോങ് ആയിട്ട് വാം ചെയ്യുക, കുറച്ചുകൂടി നന്നായിട്ട് ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ സീനോൺ ഓൾസോ വിൽ ബി കമ്മിങ് ഔട്ട്. ഇതാണ് നമ്മൾ ഇത്രയുള്ള എല്ലാവരും ഓരോന്നോരോന്നായി മാറിക്കഴിഞ്ഞു. ഇത്രയാണുള്ളത്. ഇപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ശ്രദ്ധിക്കുക, ഓരോ ഘട്ടത്തിലും എന്താ ആദ്യം തന്നെ ഫസ്റ്റ് ദ മിക്സ്ചർ വിച്ച് കണ്ടെയ്ൻസ് ഓൾ ദി 5 noble gases ഈസ് allowed to remain in contact with a sample of charcoal kept at -100 degrees Celsius. Temperature മറന്നു, സാധ്യതയില്ല, 100 degrees Celsius. When ഇതിനകത്ത് രണ്ടോടിക്ക് താഴത്തെ മൂന്നെണ്ണം അബ്സോർബ് ചെയ്തു ഇതിൽ ചാർക്കോൾ. Except helium and neon, argon, krypton, xenon get absorbed into this. Helium and neon remains unabsorbed. That gaseous mixture is pumped out and allowed to remain in contact with the sample of charcoal which is kept at still lower temperature, that is -180 degrees Celsius. When neon gets absorbed, still remains unabsorbed. So helium is pumped out and the charcoal sample at -180 degrees slowly allowed to increase in temperature when neon will come out. അപ്പോൾ ഈ സാമ്പിൾ എടുത്തിട്ട് രണ്ടാമത്തെ ഇതിലുള്ള ചാർക്കോൾ 180 ചാർക്കോളിന്റെ സാമ്പിൾ എടുത്തൊന്ന് ചെറുതായി ടെമ്പറേച്ചർ കൂട്ടി കഴിയുമ്പോൾ നിയോൺ പുറത്തേക്ക് വരും. അപ്പോൾ നിയോൺ കിട്ടി, ഹീലിയം കിട്ടി. അത് രണ്ടും കഴിഞ്ഞു. ബാക്കി മൂന്നാളുള്ള ഈ മിക്സ്ചറിലേക്ക് വരിക. ആ ചാർക്കോൾ എടുത്തിട്ട് വേറെ ചാർക്കോളായിട്ട് കോൺടാക്റ്റിൽ വെക്കുക. കെപ്റ്റ് ലിക്വിഡ് എയർ ടെമ്പറേച്ചർ. വെൻ ആർഗൺ പുറത്തൊക്കെ പ്രയാസം ഏറ്റവും മേലാണ്, ആർഗൺ ഗോസ് വിത്ത് ദാറ്റ് ചാർക്കോൾ. ടെമ്പറേച്ചർ കുറഞ്ഞ സ്ഥലത്തേക്ക് പോകും ആർഗൺ. മനസ്സിലായില്ലേ, ആർഗൺ അങ്ങോട്ട് പോയി. അങ്ങോട്ട് പോയി ഇംഗ്ലീഷ് ആർഗൺ ഡിഫ്യൂസസ് ഇൻ ടു ദി
സെക്കൻഡ് സാമ്പിൾ ഓഫ് ചാർക്കോൾ ആ സാമ്പിളിലേക്ക് മാറി. അതിൽ ആർഗൺ ക്യാൻ ബി റീറ്റൈൻഡ് ബൈ സ്ലൈറ്റ്ലി വാർമിംഗ്. ആർഗൺ കെട്ടി ആ ചാർക്കോൾ എടുക്കുന്ന ചെറുതായി ടെമ്പറേച്ചർ കൂട്ടുമ്പോഴേക്ക് ആർഗൺ പുറത്തേക്ക് പോകും. പിന്നെ നമ്മുടെ ഒറിജിനൽ സാമ്പിൾ ഇവിടെ ഉണ്ട്, ഇവിടെയുള്ള -100 അതിലാരുണ്ട്? സീനോണും ക്രിപ്റ്റോണും ഉണ്ട്. ബാക്കി പോയി കഴിഞ്ഞു. ആ സീനോൺ ക്രിപ്റ്റോൺ മിക്സറിന് ടെമ്പറേച്ചർ ഒന്ന് കുറച്ച് കൂട്ടുകയാണ്. -100 നിന്ന് -90 കൂട്ടുമ്പോഴേ ആർഗൺ വിൽ കം ഔട്ട്. ആർഗൺ കളക്ട് ചെയ്യുക. പിന്നെ ഒന്നുകൂടി ടെമ്പറേച്ചർ കൂട്ടുമ്പോഴേ സീനോൺ ഓൾസോ ആർഗൺ അല്ല, സോറി ക്രിപ്റ്റോൺ ആണ്. ആർഗൺ പോയി കഴിഞ്ഞോളാം അല്ലേ? ആർഗൺ പോയി ആർഗൺ ഈ സെക്കൻഡ് സാമ്പിളിലേക്ക് പോയി ഈ സാമ്പിളിലുള്ളത് ക്രിപ്റ്റോൺ. So that is it. So that is clear right now. That is how the noble gases are separated. ഈ മെത്തേഡ് എന്ന് പറയുന്ന പേര് ശ്രദ്ധിക്കുക. DeWatt's method. That is a charcoal adsorption method. It's known as a DeWatt's method, in which a mixture of 5 noble gases that's obtained by the റൈലീസ് മെത്തേഡിലാണ് നമ്മൾ ഈ പറഞ്ഞ വലിയൊരു വെസലിൽ എടുത്തിട്ട് നൈട്രജനും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും പോയതിനു ശേഷമുള്ള മിക്സറിൽ കൂടുതൽ ഓക്സിജൻ ചേർത്ത് അതിനെ കൂടി ഇലക്ട്രിക് സ്പാർക്ക് പാസ് ചെയ്ത് നൈട്രജൻ ഓക്സിജൻ കൂടി കമ്പൈൻ ചെയ്യിച്ച് അതിനെ വാഷ് ചെയ്ത് കളഞ്ഞ് എണ്ണ വെച്ചിൽ ബാക്കിയുള്ള ഓക്സിജനെ പൈറോ കലോൾ ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളഞ്ഞ് ബാക്കി വരുന്നതാണ് നമ്മുടെ നോബിൾ ഗ്യാസ് മിക്സർ എന്ന് പറയുന്നത്. ആ മിക്സർ എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആദ്യമേ അതിനെ കൊണ്ടുവരിക, മേഡ് ഇൻ ടു കോൺടാക്ട് വിത്ത് സ്കിപ്റ്റിംഗ് കോൺടാക്ട് വിത്ത് സാമ്പിൾ ഓഫ് ചാർക്കോൾ അറ്റ് -100°C. So the 2 lighter gases does not get adsorbed. Helium and neon. 3 heavier gases get adsorbed onto the charcoal. This lighter gas mixture can be taken out and kept in contact with another sample of charcoal at a still lower temperature of -180°C. When neon get adsorbed, helium still remains unadsorbed. So this helium and neon are separated. So helium gaseous form ഉണ്ടാവും, neon ആരുടെ ഉണ്ടാവും? neon നമ്മുടെ ചാർക്കോളിന്റെ കൂടെ ഉണ്ടാവും. ആ ചാർക്കോൾ എടുത്ത് ടെമ്പറേച്ചർ ഒന്ന് 10 ലേശം കൂട്ടുമ്പോൾ നിയോണ് പുറത്തേക്ക് വരും. അപ്പോൾ ഹീലിയം നിയോൺ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. പിന്നെ മറ്റേ മിക്സറിൽ ഇവിടെയുള്ള ഈ ചാർക്കോളിൽ ഒരു ചാർക്കോളാണ്. ആ ചാർക്കോളിന്റെ കൂടെ ആർഗണും ക്രിപ്റ്റോണും സേനോണും -100°C അതിനെടുത്തിട്ട് വേറെ ചാർക്കോൾ സാമ്പിൾ കോൺടാക്റ്റിൽ വെക്കുക കുറേ നേരം. ആ ചാർക്കോളിന്റെ ടെമ്പറേച്ചർ വളരെ കുറവാണ്, -196 ടെമ്പറേച്ചർ ഓർക്കണമെന്നില്ല. ലിക്വിഡ് എയർ ടെമ്പറേച്ചറാണ്. ഒരു ഫിക്സഡ് ടെമ്പറേച്ചർ ലിക്വിഡ് എയർ ബോയിൽ ചെയ്യുന്ന ടെമ്പറേച്ചറാണ് ലിക്വിഡ് എയർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അവിടെ വെക്കുക. ഇവിടെ വെക്കുമ്പോൾ ആർഗൺ diffuses from the first charcoal into the second charcoal. ശരിക്കും തേർഡ് charcoal ഇവിടെ ഉണ്ട്, അത് പറയുന്നില്ല നമ്മൾ. ഫസ്റ്റ് charcoal into the second charcoal, or the charcoal at -100°C into the charcoal at liquid air temperature. Argon diffuses. That charcoal can be taken separately and slightly warmed to release argon. Okay, now the first charcoal, that is still at -100°C, contains only krypton and xenon, whose temperature is slightly increased to -90°C when krypton comes out. That is collected. Then the residual charcoal contains only xenon, which can be recovered by slightly warming that sample. ഒന്നുകൂടി ടെമ്പറേച്ചർ -90 വർക്ക് കൂടി വരുമ്പോൾ xenon പുറത്തേക്ക് പോകും. That's how the noble gases are separated by the charcoal adsorption method. Is it clear? Okay. പരീക്ഷയ്ക്ക് പോയി കാണുന്ന ചില ഭാഗത്തൊക്കെ ശ്രദ്ധിക്കുക. How these noble gases are separated from the. അപ്പോൾ എവിടെ തുടങ്ങണോ? എയർന്നാ തുടങ്ങുന്നെങ്കിൽ എയർന്ന് ആദ്യം മറ്റേ പ്രോസസ്സും കൂടി പറയണം. നൈട്രജനും ഓക്സിജനും കംപ്ലീറ്റ് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സ് പറയാം. അതിനുശേഷമുള്ള മിക്സർ എടുത്തിട്ടാണ് charcoal adsorption. How a mixture of noble gases are separated by charcoal adsorption method എന്ന് പറഞ്ഞാൽ ഇവിടെ തുടങ്ങിയാൽ മതി. How a mixture of noble gases എന്ന് പറഞ്ഞാൽ മറ്റേതൊക്കെ പോയി കഴിഞ്ഞു. How noble gases are isolated from the atmosphere എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ തുടങ്ങണം. How a mixture of noble gases are separated by charcoal adsorption method എന്നോ DeWatt's method എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ തുടങ്ങിയാൽ മതി. The mixture containing all the 5 is allowed to remain in contact with തുടങ്ങിയാൽ മതി. അറ്റ്മോസ്ഫിയർ എന്നാണെങ്കിൽ നൈട്രജൻ ഓക്സിജനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സും കൂടി, അതായത് റാംസെയ്സ് മെത്തേഡും കൂടി നമ്മൾ പറയണമെന്ന് അർത്ഥം. Okay. We continue in the next class. Okay.